സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? വലിയൊരു ലിസ്റ്റുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം ഒരു സെറ്റ്. എന്താണ്? വിഗ്രഹാരാധന, ആഭിചാരം എന്നിവ മറ്റൊരു സെറ്റാണ്. അടുത്തത് വന്നിട്ട് പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. മദ്യപാനവും വെറുക്കൂത്തും അത് മറ്റൊരു കൂട്ടം ആകുന്നു. എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ ജഡപ്രവർത്തികൾക്ക് ഇടം കൊടുക്കുകയില്ല. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതായ എത്രയോ ആളുകളും ഈ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം ഇവയ്ക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നുണ്ട്. ഇത് വളരെ അപകടം നിറഞ്ഞ കാര്യമാണ്. ഇതിൽ പറയുന്നു ദുർനടപ്പെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? വിവാഹത്തിന് മുൻപ് പരപുരുഷനുമായിട്ടോ പരസ്ത്രീയുമായിട്ടോ ലൈംഗിക ബന്ധം പുലർത്തുന്നതാണ് ദുർനടപ്പ്. ഇന്ന് എത്രയോ ആളുകൾ സ്നാനപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ദുർനടപ്പിൽ ജീവിക്കുന്നവർ ഉണ്ട്. അബദ്ധത്തിൽ തെറ്റ് ചെയ്തതാണെന്ന് പറയുന്ന ആളുകൾ, വീണുപോയതാണെന്ന് പറയുന്ന ആളുകൾ, അറിയാതെ പാപം ചെയ്തു എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ പാപികളായിരിക്കുന്നു എന്ന് മറക്കരുത്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആലയത്തിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നാൽ ദുർനടപ്പ് ഉപേക്ഷിക്കുന്നില്ല. ചിലർ ശാരീരികമായ പാപങ്ങളിൽ വീണുപോകുന്നു, മറ്റു ചിലർ അവരുടെ മനസ്സിൽ തന്നെയാണ് പാപം ചെയ്യുന്നത്. യേശുക്രിസ്തു പറയുവാനിടയായി, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്ന ഏതൊരാളും ഹൃദയത്തിൽ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഭയങ്കരമായ പാപം നടക്കുന്നു. ഇത് വ്യഭിചാര തലമുറയാണെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ നോക്കിയാലും മാനഭംഗങ്ങൾ, എത്രയോ വ്യഭിചാരങ്ങൾ നടക്കുന്നു. എത്രയോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും ആർക്കും അതിനെ ഒരു രീതിയിലും തടയുവാൻ കഴിയുന്നില്ലല്ലോ. കാരണം ഈ ലോകം നശിച്ചു പോയിരിക്കുന്നതായ ഈ ലോകത്ത് ഞാനും നീയും തീ പോലെ ജ്വലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര ദൈവത്തിന്റെ മക്കൾക്ക് ആ ആഗ്രഹമുണ്ട്? പറയുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് തീ പോലെ ജ്വലിക്കണം, എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടണം എന്ന്, എനിക്ക് യേശുക്രിസ്തുവിന് വേണ്ടി കത്തി ജ്വലിക്കണം എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പാപം കാണുമ്പോൾ, അശുദ്ധി കാണുമ്പോൾ അതിൽ തളർന്നു പോകുന്നവർ, മധുരമായ വാക്കിന് കീഴ്പ്പെട്ടു പോകുന്നവർ, ജഡപ്രവർത്തികൾക്ക് കീഴടങ്ങി പോകുന്നവർ ശീതോഷ്ണവാനായവന്റെ അവസ്ഥയിലാകുന്നു. അടുത്തതെന്താണ്? അശുദ്ധി, ദുഷ്കാമം, അതുപോലെ വിഗ്രഹാരാധന. വിഗ്രഹാരാധന എന്താണെന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധന ചെയ്യുമോ ഇല്ലയോ? ദൈവത്തെക്കാൾ കൂടുതൽ നീ സ്നേഹിക്കുന്നത് എന്തിനെയാണോ അതാണ് നിന്റെ വിഗ്രഹം. നീ സെൽഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിഗ്രഹം അതാണ്. നിന്റെ വിഗ്രഹം ഏതാണെന്നാണ് പറയുന്നത്? സെൽഫോൺ. ഇവിടെ സെൽഫോണുള്ളവർ കൈ ഉയർത്തുക എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒന്ന് ഉയർത്താമോ? ഇത് പാപമൊന്നുമില്ല, അതുകൊണ്ട് കൈ ഉയർത്താം. സെൽഫോണുള്ളവരൊന്ന് കൈ ഉയർത്താമോ? താങ്ക് യു. നിങ്ങളുടെ സെൽഫോൺ മാനസാന്തരപ്പെട്ടതാണോ? നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സെൽഫോണും മാനസാന്തരപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ നിന്റെ വിശ്വാസമെല്ലാം ഊർന്നു പോകാനിടയാകും. കണ്ടില്ലേ? ആ സെൽഫോണ് ഇന്ന് മനുഷ്യന്റെ കൈകളിൽ കൊടുത്തിരിക്കുന്നു. നിന്റെ കയ്യിൽ ദ്രോഹം ഉണ്ടേയെങ്കിൽ അതിനെ അകറ്റുക എന്ന് വചനത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്നാൽ ഇപ്പോൾ എനിക്ക് നന്നായി മനസ്സിലാകുന്നു. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക എന്ന് പറയുമ്പോൾ നിന്റെ കയ്യിൽ ആയിരിക്കുന്ന ദ്രോഹം എന്താണ്? സെൽഫോണാണ്. ആ സെൽഫോണിൽ എന്തൊക്കെയുണ്ട്? ആവശ്യമുണ്ടതില്ല. ഇപ്പോൾ പറയുന്നു 4G 5G എല്ലാം അഡ്വാൻസ് ആയി പോയിരിക്കുന്നു. എല്ലാം കയ്യിൽ വെച്ചിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റു ചിലരാണെങ്കിൽ 24 മണിക്കൂറും ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. വാക്കുകളുടെ പെരുപ്പം നിമിത്തം പാപമുണ്ടാകുന്നുവെന്ന് വചനം പറയുന്നു. എത്ര സമയമാണ് സംസാരിക്കുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ്. മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നു. എങ്ങനെയാണ്? ഹലോ, എന്താണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും.
വീട്ടിൽ ചെന്ന് ചോദിച്ചുകൂടെ? ഭാര്യയോട് ഫോൺ ചെയ്തിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. പിന്നെന്ത് സംഭവിക്കും? ഫോണിൽ വഴക്കുണ്ടാക്കിയാൽ വീട്ടിൽ ചെന്നിട്ട് പിന്നെ വഴക്കായിരിക്കും. വീട്ടിലിരിക്കുമ്പോഴും വഴക്കാണ്, വെളിയിൽ ചെന്ന ഫോണിൽ കൂടെ വഴക്കുണ്ടാക്കും, എപ്പോഴും വഴക്കുണ്ടാകും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ആവശ്യമാണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക. അനാവശ്യമായ സംസാരങ്ങൾക്ക് വേണ്ടി ഫോൺ ഉപയോഗിക്കരുത്. ഫോൺ എടുത്തിട്ട് അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും ഒക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ലാഭമുണ്ടാകുന്നു? നിങ്ങൾക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭവും അതുകൊണ്ടുണ്ടാവുകയില്ല. ഓർക്കുക. എന്താണ്? എടി, നീ മറ്റേ കാര്യം പറഞ്ഞോ, അവരുടെ കാര്യം പറഞ്ഞോ? ഇല്ല, എന്ത് സംഭവിച്ചു? ഞാനിപ്പോൾ പറയാമേ. ഞാൻ ഒരു നിമിഷം നിൽക്ക്, ഭർത്താവ് പോയെന്ന് ഞാൻ നോക്കട്ടെ. ഒരു 10 മിനിറ്റ് നിൽക്ക്, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അപ്പോൾ നമുക്ക് വിശദമായി സംസാരിക്കാം. എന്തിൽ കൂടിയാണ്? സെൽഫോണിൽ കൂടി. എന്തിനാണിത്? ശീതോഷ്ണവനായിരിക്കുന്നവന് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഇഷ്ടമല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞ് ആമേൻ എന്ന് പറഞ്ഞ കണ്ണു തുറക്കും. എന്നാൽ അനാവശ്യമായി സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. ഇന്ന് നീ ശീതോഷ്ണവാനായിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ലോകത്തോടുള്ള സ്നേഹം നിന്റെ ജീവിതത്തിൽ കൂടിയിരിക്കുന്നത്. ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും അധികമായി ലോകത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ ഓടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ആഭിചാരം. ആഭിചാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആഭിചാരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് മന്ത്രവാദം ചെയ്യുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും പറയാറുള്ളത്. പിന്നെന്താണ്? കൂടോത്രം. ദൈവമക്കൾ എന്തിനാണ് ഇതിനെ ഭയപ്പെടുന്നത്? ചില ആളുകൾ വന്ന് പറയാറുണ്ട്, ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് എനിക്ക് നല്ലവണ്ണം അത് ദഹിക്കുന്നില്ല. എനിക്കാരോ കൂടോത്രം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വളരെ ഭയമാകുന്നു. നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നുവെങ്കിൽ, നീ ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ നിന്നിൽ ഉണ്ടെങ്കിൽ, നിനക്ക് എതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും നിന്റെ മേലത് ഫലിക്കുകയില്ല. ഇസ്രായേലിനെതിരായിട്ട് ഒരു മന്ത്രവും ഒരു കൂടോത്രവും ഭരിക്കുകയില്ല. പിന്നെന്തിനാണ് നീ ഭയപ്പെടുന്നത്? നീ ദൈവത്താൽ പ്രകാശിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന്റെ പൈതലായി നിൽക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഈ ആഭിചാരത്തെയും മന്ത്രവാദത്തെയും കൂടോത്രത്തെയും ഒന്നും ഭയപ്പെടേണ്ടതായ കാര്യം ഇല്ല. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നിങ്ങൾ ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടി മന്ത്രവാദിയുടെ അടുക്കലൊന്നും പോകാൻ പാടില്ല. അത് നിങ്ങൾക്ക് ശാപമാണെന്ന് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചു വായിക്കുക. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ കരം ദൈവത്തിന് കൊടുക്കൂ, അവൻ കരം പിടിച്ച് നടത്തുവാനിടയാകും. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എനിക്ക് ഒരു ഭയവുമില്ല, അത് ഏതവസ്ഥയിലാണെങ്കിൽ കൂടി. എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. നിന്റെ വലം കരം പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞതായ കർത്താവ്, നിന്നെ വീഴാതെ കാക്കുന്നതായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരുടെ മുൻപിൽ എന്തിനാണ് നിന്റെ കരം നീട്ടുന്നത്? എന്തിനാണ്? നീ ശീതോഷ്ണവാനായിട്ട് വീണുപോയിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ശൗല് കർത്താവിന്റെ നാമത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ സാക്ഷിയായി ജീവിക്കുവാനിടയായി. എന്നാൽ എപ്പോഴാണോ അതിൽ നിന്ന് വീണുപോയത്, ദൈവത്തിന്റെ ഹിതം അറിയുവാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ ഉദ്ദേശം അറിയുവാൻ കഴിയുന്നില്ല. പിന്നെന്താണ് ചെയ്തത്? താൻ ഓടിച്ചുവിട്ടതായ വെളിച്ചപ്പാടുകാരെ, മന്ത്രവാദികൾ, അവൻ രാജാവായതിനു ശേഷം ആ രാജ്യത്ത് നിന്ന് ഈ മന്ത്രവാദികളെല്ലാം പുറത്താക്കിയ അതിനുശേഷം, ഭക്തിയിൽ വീണുപോയതിനു ശേഷം അവരെ അന്വേഷിച്ചിട്ട് ചെന്ന് ദൈവത്തിന്റെ ഹിതം അറിയുവാൻ വേണ്ടി പരിശ്രമിച്ചു. വിശ്വാസത്തിൽ നിന്ന് വീണുപോയവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചിട്ടില്ലേ? നല്ലത്. നീ ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം ഓരോ സെക്കൻഡും നല്ലതാണ്, ഓരോ ദിവസവും നല്ലതാണ്. നല്ല ദൈവമായ യേശുക്രിസ്തു നിന്റെ കൂടെയുള്ളപ്പോൾ നിനക്കെങ്ങനെ ദോഷം സംഭവിക്കാനിടയാകും? നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നീ ആത്മീയതയിൽ വീണിരിക്കുന്നു. നീ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അശീതോഷ്ണവാനായിരിക്കുന്നവന്റെ അവസ്ഥയിലായിരിക്കുകയാണ്. അടുത്തത് ഇനി എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, എല്ലാത്തിനെക്കുറിച്ചും മത്സരമാണ്. കലഹം, വഴക്ക്. എന്താണ്? ഭിന്നത. നിങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്. ഈ സ്വഭാവ രീതിയാണ് വിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതത്തിൽ കാണുന്നതായ ലക്ഷണം. ഇതാണ്. ദൈവത്തിനു വേണ്ടി സാക്ഷിയായി ജീവിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു, നീയും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു, നമ്മൾ രണ്ടുപേരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സമാനമാണ് എന്നുള്ള തിരിച്ചറിവ് വരും. നീ ചിന്തിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ചിന്തിക്കുന്നത് നിനക്കിഷ്ടമല്ല. നീ പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് നീ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മളെ ഭിന്നിക്കേണ്ട കാര്യമില്ല. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യൂ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാം എന്ന് പറയുകയല്ലാതെ കലഹമുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് ജഡപ്രവർത്തികളുടെ രീതിയാണ്. വിശ്വാസം തണുത്തുപോയവരുടെ മനസ്സാണ്. ഒരു നിമിഷം ചിന്തിക്കുക.
ഈ ദിവസം നിന്റെ ആത്മീയത നോക്കുമ്പോൾ നീ ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥയിലാണോ, അതോ ദൈവത്തിനു വേണ്ടി പ്രകാശിക്കുന്നതായ കത്തിജ്വലിക്കുന്നതായ വിശ്വാസികളായിരിക്കുന്നുവോ? എൻ്റെ കർത്താവാണ് എനിക്ക് പ്രധാനം, അവൻ്റെ രാജ്യവും നീതിയുമാണ് എനിക്ക് പ്രധാനം, അവൻ്റെ ഹിതമാണ് എനിക്ക് പ്രധാനം, അവൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കും, അവൻ്റെ പാതകളിൽ ഞാൻ നടക്കും. ലോകം മുഴുവൻ എനിക്കെതിരായി തിരിഞ്ഞാലും അവൻ എൻ്റെ കൂടെയുണ്ട് എങ്കിൽ ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഈ ലോകത്തിലുള്ള സകല ധനവും എനിക്ക് നൽകിയാലും എൻ്റെ യേശുവിനെ ഞാൻ വിട്ടുമാറില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. എന്നാൽ ശീതവാനായിരിക്കുന്നവന് ഇതൊന്നും കാണുകയില്ല. നിങ്ങൾക്ക് ദൈവത്തോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ, അവനെ ആരാധിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവനെ ആരാധിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. സിനിമ കാണുക, മദ്യം കുടിക്കുക, സീരിയലുകൾ കാണുക, ദോഷം പ്രവർത്തിക്കുക, കള്ളം പറയുക. നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. എന്താണ്? ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ആവശ്യമുള്ള പോലെ സംസാരിക്കുക. നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. നീ ശീതവാനായിരിക്കുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. നീ ശീതവാനാണോ ഉഷ്ണമാണോ എന്ന് പറയുവാൻ ആരും കാണുകയില്ല. ആരും നിനക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. നീ എങ്ങനെയായിരിക്കുന്നുവെന്ന് നന്നായിട്ട് അറിയുന്നതായ കർത്താവ് നിനക്ക് പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. നീ ദൈവത്തിൻ്റെ നാമനിമിത്തം നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, നിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നീ ദൈവത്തെ അനുസരിച്ച് അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, നീ പറയുന്ന ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളത്, നിന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് ഭയവും ഭക്തിയുമുള്ളവനായി നീ ജീവിക്കുകയാണെങ്കിൽ, വിശ്വസ്തനായ എൻ്റെ നല്ല ദാസനെ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുവാൻ, നീ കർത്താവിനു വേണ്ടി സഹിച്ചതായ എല്ലാ കഷ്ടതയ്ക്കും 100 ഇരട്ടിയായിട്ട് പ്രതിഫലം നിനക്ക് നൽകുന്നതിന് വേണ്ടി, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം എല്ലാ വ്യക്തികൾക്കും കൊടുക്കുന്നതിന് വേണ്ടി, എല്ലാ സഭകൾക്കുമല്ല, എല്ലാ വ്യക്തികൾക്കും, എല്ലാ കുടുംബങ്ങൾക്കുമല്ല, എല്ലാ വ്യക്തികൾക്കുമുള്ളതായ പ്രതിഫലം ഞാൻ ഒരുക്കിയിരിക്കുന്നു. അതെൻ്റെ പക്കൽ ഉണ്ട്. ഈ ദിവസം ജഡികരായിരിക്കുന്ന ക്രിസ്ത്യാനികളായി നാം ആയിരിക്കുന്നുവെങ്കിൽ, നാമധേയ ക്രിസ്ത്യാനികളായിട്ട് നാം ആയിരിക്കുകയാണെങ്കിൽ, ഭക്തിയെ ഒരു ആചാരമായിട്ട്, ഭക്തിയെ ഒരു തമാശയായിട്ട്, ഭക്തി എന്നത് ഒരു മോക്ഷ മാർഗമായിട്ട്, ഭക്തി എന്നത് കുറച്ച് സമാധാനം നൽകും, കുറച്ച് സന്തോഷം, അഭിവൃദ്ധിയൊക്കെ നൽകും, അനുഗ്രഹമൊക്കെ ഉണ്ടാകും എന്ന് ചിന്തിച്ച് അനുഷ്ഠിക്കുന്നവർ യഥാർത്ഥ ക്രിസ്തീയ ഭക്തർ അല്ല. യഥാർത്ഥ ക്രിസ്ത്യാനി യേശുക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുന്നതായ വ്യക്തിയാണ്. എല്ലാവരും കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. ഹൃദയങ്ങളിൽ നിന്ന് വരുന്നതായ വിങ്ങലുകൾ നീ കേൾക്കുമാറാകണമേ. രോദനങ്ങൾ നീ ശ്രദ്ധിക്കുമാറാകണമേ. എത്രയോ തവണ നിനക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ട് അനുസരണക്കേട് കാണിച്ച് പിശാചിനടിമയായി പോയ ആളുകളെ നീ ദർശിക്കണമേ. ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ, നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നവരെ നീ ദർശിക്കുമാറാകണമേ. ഇത്രയും കാലം ഞങ്ങളെ തന്നെ ഞങ്ങൾ വഞ്ചിക്കുകയായിരുന്നു. ഞങ്ങൾ നന്നായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആത്മീയമായി വീണു പോവുകയായിരുന്നു. ഈ കൂട്ടത്തിൽ പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. മദ്യപാനമെന്ന ദുശീലത്തിൽ അകപ്പെട്ടിട്ട് വെളിയിൽ വരുവാൻ കഴിയാതെ, വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ബന്ധിതരായിരിക്കുന്നവരെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ലോകത്തെ വിശ്വസിച്ച്, പാപത്തെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട് പാപം മാറ്റുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ, ബന്ധിതരായിരിക്കുന്ന ദുഷ്ടത മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് കർത്താവേ. അവർക്ക് നീ വലിയ വിടുതൽ നൽകുമാറാകണമേ. ഈ കൂട്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും നിത്യനരകത്തിലേക്ക് പോകുവാൻ പാടില്ലപ്പാ. അവർ തള്ളപ്പെട്ടു പോകുവാൻ പാടില്ല കർത്താവേ. എല്ലാ വ്യക്തികളും അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ കൊടുക്കുന്നതായ രക്ഷയെ പ്രാപിച്ചെടുത്ത് ഈ ലോകത്ത് നിന്റെ സാക്ഷികളായി കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളായിട്ട് പ്രകാശിക്കാൻ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ദൗർഭാഗ്യരല്ല എന്നും, ഞങ്ങൾ ദുഷ്ടന്മാരല്ല എന്നും, ഗതികെട്ട ആളുകളല്ല എന്നും, ഞങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്നും, നീതിമാന്മാരെ മാറ്റപ്പെട്ട ആളുകളാണെന്നും, വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണെന്നും
തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണം. നിന്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളെ കാണുന്നതിന്, വചനത്തിൻ്റെ ശക്തിയെ അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ